നമസ്കാരം, എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, പണം കയ്യിൽ നിൽക്കുന്നില്ല എന്നത്. പണം കയ്യിൽ നിൽക്കാൻ ഏറ്റവും പ്രധാനം കൃത്യമായ സാമ്പത്തിക അച്ചടക്കം പാലിക്കുക എന്നത് തന്നെയാണ്. വരവ് ചെലവുകൾ കൃത്യമായി പ്ലാൻ ചെയ്യണം. നിങ്ങൾ എത്ര സമ്പാദിച്ചിട്ടും കയ്യിൽ പണം നിൽക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കേണ്ടതാണ്. കാരണം ജ്യോതിഷത്തിൽ 2-ാം ഭാവം സമ്പത്തിനെ നിയന്ത്രിക്കുന്നു. 11-ാം ഭാവം വരുമാനത്തെയും നേട്ടങ്ങളെയും നിയന്ത്രിക്കുന്നു. നിങ്ങളുടെ ജനന ചാർട്ടിൽ ഈ ഭാവങ്ങൾ ദുർബലമായോ തടസ്സപ്പെട്ടോ ആണെങ്കിൽ നിങ്ങൾ വളരെയധികം കഠിനാധ്വാനം ചെയ്താലും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയെ ദിവസവും ശരിയായ രീതിയിൽ ആരാധിക്കുക എന്നതാണ്. ഇങ്ങനെ ആരാധിക്കുന്നത് സമ്പത്ത് നിങ്ങളിലേക്ക് ആകർഷിക്കാൻ കൂടുതൽ ശക്തി നൽകും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ജീവിതശൈലിയിൽ സമ്പത്തും പോസിറ്റിവിറ്റിയും ആകർഷിക്കും. ലക്ഷ്മി ദേവി പൊതുവെ വെള്ള നിറത്തിൽ സന്തുഷ്ടിയാണ്. അതിനാൽ ലക്ഷ്മി പൂജയ്ക്കായി ദിവസേന കുറഞ്ഞത് ഒരു പൂവെങ്കിലും വെച്ച് ലക്ഷ്മി ദേവിയെ ആരാധിക്കുക. എല്ലാ വെള്ളിയാഴ്ചയും അഷ്ടലക്ഷ്മി സ്തോത്രം വായിക്കുക. നിങ്ങളുടെ ജോലികൾ മികച്ച രീതിയിൽ ചെയ്യുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് ആകർഷിക്കുന്നതിനുമുള്ള പോസിറ്റിവിറ്റി ശക്തി നേടുന്നതിനും ഇത് സഹായിക്കുന്നു. അഷ്ടലക്ഷ്മി സ്തോത്രം വായിക്കുന്നത് എല്ലാവർക്കും അത്ര എളുപ്പം വായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് കേൾക്കുന്നതും നല്ലതാണ്. എല്ലാ വെള്ളിയാഴ്ചയും കനകധാര സ്തോത്രം വായിക്കുന്നതും നല്ലതാണ്. ഈ സ്തോത്രങ്ങളെല്ലാം വായിക്കുന്നത് ലക്ഷ്മി ദേവിയെ ആകർഷിക്കാൻ കഴിയും. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ അധിപന്മാരായി ശുക്രൻ ഭരിക്കുകയാണെങ്കിൽ ഓം ശുക്രായ നമ എന്ന മന്ത്രം ദിവസവും 108 തവണ ജപിക്കുക. ഇത് പണം കയ്യിൽ നിൽക്കാൻ ഏറ്റവും നല്ലതാണ്. ഇനി ശനിയുടെ അപഹാരം കൊണ്ടാണ് പണം കയ്യിൽ നിൽക്കാതെങ്കിൽ ശനിയാഴ്ചകൾ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇത് ശനിദേവനെ പ്രീതിപ്പെടുത്താൻ കഴിയും. വീടുകളിൽ കഠിനമായ വാക്കുകൾ സംസാരിക്കുന്നത് ഒഴിവാക്കുക. വാക്കുകൾക്ക് കർമ്മശക്തി കൂടുതലാണ്. നിങ്ങളുടെ കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് മുതിർന്നവരെ ബഹുമാനിക്കുക. വീട് കുടുംബ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പണം കയ്യിൽ നിൽക്കാൻ വേറൊരു മാർഗം ദിവസം രാവിലെ കുളി കഴിഞ്ഞ് സൂര്യനെ പ്രാർത്ഥിക്കാം. സൂര്യൻ എന്നത് ആത്മവിശ്വാസം, ശക്തി, അധികാരം എന്നിവയാണ്. സമ്പത്ത് ആകർഷിക്കുന്നതിന് ഇവയെല്ലാം പ്രധാനപ്പെട്ടവയാണ്. നിങ്ങളുടെ ജാതക ചാർട്ടിൽ സൂര്യൻ തടസ്സപ്പെട്ടാൽ അത് അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയേക്കും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം.